പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന നമ്മളുടെ ലൈഫിൽ പോസിറ്റീവ് എനർജി നൽകാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് ഈ ഒരു കർപ്പൂരം. ഇതിന്റെ ഒരു സ്മെല്ല് നമ്മൾ ശ്വസിക്കുമ്പോൾ തന്നെ നമുക്ക് പല രീതിയിൽ, നമുക്കിപ്പോൾ ഒരു മൂക്കടപ്പുണ്ടെങ്കിലും ഒരു തലവേദന ഉണ്ടെങ്കിലും ഒക്കെ ഇതിന്റെ ഒരു സ്മെല്ല് വരുമ്പോഴത്തേക്കും നമുക്കൊരു പോസിറ്റീവ് എനർജി ആണല്ലേ. അതുപോലെ തന്നെ പല രീതിയിലും നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ ഇതിനു മുമ്പ് 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും പറയാത്ത കിടിലൻ ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. പിന്നെ നമുക്ക് ഇതുപോലുള്ള ബോക്സുകൾ ധാരാളമായിട്ട് നമുക്ക് കിട്ടാറുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഓൺലൈൻ വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ബേക്കറിയിൽ കുറേ നമുക്കിപ്പം ഓൺലൈനാണ് നമുക്ക് കൂടുതൽ ഇങ്ങനത്തെ ബോക്സുകൾ കൂടുതലായിട്ട് കിട്ടുന്നത്. അത് നമ്മൾ വെറുതെ വേസ്റ്റിലിട്ട് കളയലാണ് അല്ലെ. ഇനി അങ്ങനെ വേസ്റ്റിലിട്ടൊന്നും കളയണ്ട, നല്ല രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. നമ്മൾ കാശ് കൊടുത്ത് ഓൺലൈനിൽ നിന്ന് ഓരോന്നും വാങ്ങുന്നതിനേക്കാളും ഇതുപോലെ നമ്മളെ വീട്ടിൽ വെറുതെ വേസ്റ്റ് ആക്കി കളയുന്ന സാധനങ്ങൾ കൊണ്ട് കിടിലൻ സൂത്രങ്ങൾ ചെയ്തു വെക്കാനായിട്ട് സാധിക്കും. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് ഒരു 5-6 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ 3-4 കർപ്പൂരം എടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ തന്നെ പൊടിച്ചെടുക്കുക. ഇത് 3ന്റെ സ്മെല്ല് എല്ലാവർക്കും, ഓൾമോസ്റ്റ് എല്ലാവർക്കും നല്ലൊരു ഇഷ്ടമുള്ള ഒരു സ്മെല്ലാണ് അല്ലെ. അതുപോലെ തന്നെ അണുക്കളെ നശിപ്പിക്കുവാനും ചെറു പ്രാണികളെ കളയുവാനും കൊതുകിനെ നശിപ്പിക്കുവാനും ഒക്കെ ഈ ഒരു സ്മെല്ല് സഹായിക്കും. പല്ലികൾക്കാണെങ്കിലും പാറ്റുകൾക്കാണെങ്കിലും ഒക്കെ ഇതിന്റെ ഒരു സ്മെല്ല് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു സ്മെല്ലാണ്. ഇതിപ്പോ നമ്മൾ എവിടെയെങ്കിലൊക്കെ വെച്ച് കഴിഞ്ഞാലും ആ ഭാഗത്തേക്ക് ഈ ഒരു പല്ലി പാറ്റ ഒന്നും വരില്ല. ഉറുമ്പുള്ള ഭാഗങ്ങളിലും നമ്മൾ ഇതൊന്ന് പൊടി ഇട്ടുകൊടുത്താൽ മാത്രം മതി. ഇപ്പൊ ഉറുമ്പ് വരുന്ന ആ ഒരു കൂടിന്റെ ഭാഗമില്ല, ആ ഭാഗത്ത് കുറച്ച് ഈ ഒരു പൊടി ചതച്ച് ഇത് ഇട്ടുകൊടുത്താൽ അത് മൊത്തത്തിൽ അവിടെ നിന്ന് പൊയ്ക്കോളും കേട്ടോ. ഇനിയിപ്പം വേനൽ വരുമ്പം അവിടെ ഇവിടെയായിട്ട് ഉറുമ്പിന്റെ ശല്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരില്ല. ആ സമയത്ത് അങ്ങനെ ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ഉറുമ്പ് പൊടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കത് ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കലാണ്. അപ്പൊ അത് നമ്മളെ സൈഡ് എഫക്റ്റ് നമ്മുടെ ശരീരത്തിന് വരും. അപ്പൊ ഇതുപോലുള്ള ഹോം റെമഡീസ് ചെയ്തതിന് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് 1-2 മണിക്കൂർ അത് നല്ലപോലെ തണുക്കുന്നത് വരെയും വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ആ ഒരു എന്താണ് പറയാ, എല്ലാ ഇതിൻ്റെയും ഒരു എസെൻസ് അതിലിറങ്ങി നല്ലൊരു സ്മെല്ലാവും. നമ്മളിപ്പോ ഈ കാശ് കൊടുത്ത് നമ്മൾ പുറത്തുനിന്ന് ലോഷനൊക്കെ വാങ്ങുന്നതിനേക്കാളും നല്ലത് ഇതുപോലെയൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടെ, സൂപ്പറാണ്. അപ്പൊ ഞാൻ ഇതിന് ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ നല്ല ടിഷ്യൂ എടുക്കാം, എന്ത് വേണമെങ്കിലും. സ്പോഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഇത്തിരി കൂടെ നന്നായിരിക്കും. എന്താ വെച്ചാൽ ഇത്തിരി കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അതിന്റെ ഒരു സ്മെല്ല് നിൽക്കും. അതുപോലെ തന്നെ ആ ഒരു എന്താ പറയാ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ല് കിട്ടാനായിട്ട് ഈ ഒരു സ്പോഞ്ചിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പൊ നമ്മളുടെ ബെഡ്റൂമിലാകട്ടെ എവിടെ വേണമെങ്കിലും ഈ ഒരു സ്പോഞ്ചിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിൽ 2-3 ഓട്ട ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പൊ നമ്മൾ ഗസ്റ്റ് റൂമിലോ അല്ലെങ്കിൽ പാറ്റ പല്ലി ശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്താൽ നല്ലതാണ്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വെക്കുമ്പം ഏറ്റവും വലിയ ശല്യമാണ് കണ്ണീച്ച, ചെറിയ പൊടി ഈച്ച. അത് നമ്മൾ എത്ര നോക്കിയാൽ അത് പോവില്ല അല്ലെ. അതപ്പോ ഈ ഫ്രൂട്ട്സ് ഒക്കെ വെക്കുന്ന സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് വെക്കുന്ന ആ ഒരു കൊട്ടയിൽ ഇതുപോലെ ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മാത്രം മതി. 1.5 ആഴ്ചത്തോളം, ഇപ്പൊ ചൂടായതുകൊണ്ട് പെട്ടെന്ന് വറ്റിപ്പോകും, തണുപ്പല്ലല്ലോ, ഇപ്പൊ നല്ല ചൂടല്ലേ, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് വറ്റിപ്പോകും. ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ചും കൂടെ ആ ഒരു മിശ്രിതം ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. കണ്ണിച്ച ശല്യമേ ഉണ്ടാവില്ല. അടുക്കളയിൽ ഒരു നല്ല അടിപൊളി സ്മെല്ലും നല്ലൊരു എന്താണ് ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല, നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഈ കൊതുകിനെ ഇതാക്കാനായിട്ട് നമ്മൾ ഗുഡ് നൈറ്റും ഇതൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട്, ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ചുമ ശ്വാസമുട്ടൊന്നും മാറില്ല. അപ്പൊ അത് വന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ നമ്മൾ രാത്രി കുത്തി വെക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ 1 ആഴ്ച കൂടുമ്പോഴൊക്കെ ജലദോഷവും തുമ്മലും അലർജി പ്രോബ്ലം, അലർജി ഇല്ലാത്ത ആരും ഇല്ല ഇപ്പൊ അല്ലെ. പക്ഷെ ഇതുപോലെ ആ ഒരു ഇതില് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റൂമിൽ നല്ലൊരു സ്മെല്ലായിരിക്കും, കൊതുകിന്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ.
അടുത്തതായിട്ട് പനിക്കൂർക്ക ഇല എടുത്തിട്ടുണ്ട്, ഒരു 5-6. ഞാൻ ചെറുതായതുകൊണ്ട് ഒരു 6 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. 6 മേലെയുണ്ട്. വലുതാണെങ്കിൽ ഒരു 3 എണ്ണം 4 എണ്ണം. പിന്നെ നിങ്ങൾക്ക് എവിടെ നിങ്ങളെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ ഇതൊരു മുട്ടിന് മാത്രം ഇടാനായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് 2 മുട്ടിലും 2 കാലിലും കയ്യിലൊക്കെ ഇടണമെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി എടുക്കുക. അപ്പൊ നമ്മൾ അത് നല്ലതുപോലെ പനിക്കൂർക്ക ചതച്ചതിന് ശേഷം അതിലേക്ക് 2 കർപ്പൂരവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 എണ്ണം മതി കേട്ടോ, ഇത് വലുതായോണ്ട് 1 എണ്ണം മതി. ചെറുതാണെങ്കിൽ 2 എണ്ണം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ആ മിക്സിങ്ങിലാണ് കാര്യം ഇരിക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് മുട്ടയുടെ മഞ്ഞക്കരു ഇടരുത്, വെള്ളം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, മഞ്ഞക്കരു വരാൻ പാടില്ല, വെള്ളം മാത്രം ഇട്ട് നല്ലതുപോലെ മിക്സിങ്ങിൽ ഇത് നല്ലപോലെ മിക്സായാൽ മാത്രമേ അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ തലവേദന ആണെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. തലവേദനയ്ക്ക് ഉപയോഗിക്കാം. എവിടെ ജോയിന്റ് പെയിൻ എവിടെ വന്നാലും ഇപ്പം ഒന്ന് വീണ് പെട്ടെന്ന് നമ്മൾ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും വീണാലും ഇത് അരച്ചിട്ട് പെട്ടെന്ന് ഇട്ട് നോക്കിക്കേ, ആ ഒരു വേദന തന്നെ മാറുകയും ചെയ്യും. ആ ജോയിന്റിന് യാതൊരു പ്രോബ്ലം പിന്നീട് ഒരു നീരോ കാര്യമോ ഒന്നും വരില്ല. എന്നിട്ട് ഒരു കോട്ടൺ തുണി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് 1/2 മണിക്കൂർ കഴിഞ്ഞ് നേരിയ ചൂടുവെള്ളത്തിൽ കഴുകണം കേട്ടോ. നേരിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മാത്രം മതി. ഒന്ന് ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് 2 ടിഷ്യൂ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചോക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു കർപ്പൂരവും. ഈ ചോക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈർപ്പവും ബാഡ് സ്മെല്ലും നല്ലതുപോലെ തന്നെ വലിച്ചെടുക്കും. കർപ്പൂരം ആണെങ്കിൽ ഒരു നല്ല സ്മെല്ല് പുറത്തേക്ക് വിടും. ചോക്ക് വെച്ച് നമ്മളെ കബേർഡിൽ സാധാരണ നമ്മളൊരു ചോക്ക് വെച്ചാൽ തന്നെ അതിന്റെ ഉള്ളിലുള്ള ഈർപ്പം വലിച്ചെടുത്ത് ആ ഒരു കബേർഡിന്റെ ഉള്ളിലുള്ള ഒരു ഈർപ്പത്തിന്റെ ആ ഒരു അവസ്ഥയിൽ ഇപ്പൊ തുണികളൊക്കെ എടുക്കുമ്പോൾ ഈർപ്പത്തിന്റെ മണം, അതുപോലെ തന്നെ ഒരു നനവ് പോലെ, അത് മഴക്കാലത്താണെങ്കിൽ കൂടുതലായിരിക്കും. തുണികൾ എടുക്കുമ്പോൾ ഒരു നനവ് പോലെ ഉണ്ടാവൂല. അതൊക്കെ ഇല്ലാണ്ടിരിക്കാൻ ഈ ചോക്ക് മാത്രം വെച്ച് കൊടുത്താൽ നല്ലതാണ്. കർപ്പൂരം കൂടെ വെക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ നല്ലൊരു സ്മെല്ലും കിട്ടും കേട്ടോ. നമ്മൾ ഉപയോഗിക്കാതെ കുറച്ച് നാൾ എടുത്ത് വെക്കുന്ന ബാഗ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബാഗിലാണെങ്കിലും ബാഡ് സ്മെല്ലൊന്നും വരാണ്ടിരിക്കാൻ ഇത് 2 ഇട്ട് കൊടുത്താലും സൂപ്പറാണ് കേട്ടോ. കർപ്പൂരം കൂടി ഇടുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ നല്ലൊരു സ്മെല്ല് വരുവാനും അതുപോലെ തന്നെ അണുക്കളൊന്നും ഉണ്ടാവില്ല. കർപ്പൂരത്തിന്റെ ഇത് അറിയാലോ, അണുക്കളെ നശിപ്പിക്കാൻ വളരെ നല്ലതാണ് ഈ കർപ്പൂരം എന്ന് പറയുന്ന സാധനം. അപ്പൊ അത് നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ ഇപ്പൊ പല വിധത്തിലുള്ള അസുഖങ്ങളാണ്. അപ്പൊ ബാഗിലിട്ട് ഇത് കൊണ്ടു നടക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് ചെറിയൊരു കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും പ്ലാസ്റ്റിക് ബോട്ടിൽ എന്താണെങ്കിലും എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഈ ഒരു കപ്പാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ചോക്ക് അതിന്റെ നടുവിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് 2 കർപ്പൂരം 2-3 കർപ്പൂരം അതിന്റെ ചുറ്റിനും ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച് ഇടാം, അരിന്റെ പൊടിച്ചിട്ട് അരിയിൽ മിക്സ് ചെയ്ത് ഇടാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഇടാം. ഇപ്പൊ നമ്മൾ എയർ ഫ്രഷ്നറൊക്കെ എന്താ പറയാ 50, 70, 75 രൂപയൊക്കെ കൊടുത്ത് നമ്മൾ വാങ്ങാറില്ലേ. ഇനി അതൊന്നും വേണ്ട. ഈ ഒരു ചോക്കും ഇതുപോലെ ഒന്ന് വെച്ച് നമ്മളുടെ ബാത്റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ യാതൊരു ബാഡ് സ്മെല്ലും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ബെഡ്റൂമിലാണെങ്കിലും വെക്കാം, ബാത്റൂമിലാണ്, എവിടെയാണ് നിങ്ങൾക്ക് നല്ലൊരു സ്മെല്ലും പോസിറ്റീവ് എനർജിയും വേണ്ടത്, ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് ഇതുപോലെ ചെയ്തു വെച്ചാൽ മാത്രം മതി. സൂപ്പറാണ് കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും യാതൊരു സൈഡ് എഫക്റ്റും നമ്മുടെ ശരീരത്തിന് ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മളുടെ ആ ഒരു മിശ്രിതത്തിന്റെ ബാക്കി നമ്മളൊരു സ്പ്രേ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് ഇടുമ്പം ഒന്ന് അരിച്ച് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു പട്ടയുടെയും ഗ്രാമ്പൂൻ്റെയൊക്കെ ആ ഒരു തരി വന്നിട്ട് സ്പ്രേ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുപോലെ ഇതിപ്പം നമ്മൾ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാം, നമ്മളുടെ സിങ്ക് ക്ലീൻ ചെയ്യാം, നമ്മുടെ ഡൈനിങ് ടേബിള്, എല്ലാ ക്ലീനിങ് പർപ്പസിനും ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചാൽ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നല്ലൊരു സ്മെല്ലും കിട്ടും. എന്താ പറയാ, നമ്മളുടെ ഈച്ച ശല്യം, പ്രാണി ശല്യം ഒന്നും ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഉറുമ്പ് വരുമ്പം ആ ഉറുമ്പിന്റെ കൂട്ടിൽ ആ ഒരു പട്ടയും ഗ്രാമ്പും കർപ്പൂരം കൂടെ പൊടിച്ചത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ആ ഭാഗത്ത് നിന്ന് ആ ഉറുമ്പേ പോയി പോകും. അതുപോലെ തന്നെ വീടും നല്ല തിളങ്ങി കിട്ടുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കാതെ വെക്കുന്ന ഇതുപോലെ നമ്മൾ കത്തിച്ച് കളയുന്ന കാർഡ്ബോർഡ് ബോക്സുകളില്ലേ, ഇതുപോലുള്ള ബോക്സുകൾ ഓൺലൈനിലൊക്കെ നമുക്ക് കുറെ കിട്ടും. ഇപ്പൊ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചക്കറി ആകട്ടെ, സവാളയാകട്ടെ, ഉരുളക്കിഴങ്ങാകട്ടെ, എല്ലാം പെട്ടെന്ന് ചീഞ്ഞു പോകും അല്ലെ, പെട്ടെന്ന് ചീഞ്ഞു പോകും. നമ്മൾ എത്ര സൂക്ഷിച്ചാലും എത്ര കെയർ ചെയ്താലും അത് പെട്ടെന്ന് ചീഞ്ഞു പോകും. നിങ്ങൾ ഇനി ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കട്ടോ. ഇതുപോലെ കാർഡ്ബോർഡിന്റെ ബോക്സ് എടുക്കുക. എന്നിട്ട് സവാള ഇതുപോലെ ഇട്ട് മേളില് അതിന്റെ അടിഭാഗത്ത് ഒരിക്കലും ഉരുളക്കിഴങ്ങ് ഇടരുത്, മേളിലിട്ട് കൊടുക്കുക.
വലുതാണെങ്കിൽ ബോക്സ് ഇത്തിരി കൂടെ വലുതാണെങ്കിൽ അത്ര നല്ലതാണ്. ഇതിപ്പോൾ ഇത്തിരി ചെറുതായി പോയി. അപ്പോൾ ഇത് അടച്ചൊരിക്കലും വെക്കരുത്, തുറന്ന് തന്നെ ഇതുപോലെ ഒന്ന് വെച്ച് നോക്ക്. നമ്മൾ ആ സവാളയും ഉരുളക്കിഴങ്ങൊന്നും ഒരെണ്ണം പോലും ചീഞ്ഞു പോവില്ല. അടുത്തതായിട്ട് ഇതുപോലുള്ള കാർഡ്ബോർഡുകൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കുട്ടികൾക്ക് സ്നാക്സും ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് വെക്കുമ്പോൾ നമുക്ക് ഇപ്പം നമ്മളൊരു ടിന്നിലിട്ട് മൂടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് എടുക്കാനും വെക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുമല്ല കുറച്ചധികം ഉണ്ടാകുമ്പം ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ വളരെ നല്ല ഭംഗിക്കും നീറ്റായിട്ടും നമ്മൾ അടുക്കളയിൽ ഇരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ റവയാകട്ടെ, ഏതൊരു ഓട്സ് ആണെങ്കിലും എന്ത് സാധനങ്ങളാണെങ്കിലും ഏതൊരു സാധനവും നമ്മൾ ടിന്നിലിട്ട് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെക്കാതെ ഇതുപോലെ ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ അടുക്കള നല്ല നീറ്റായിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. അറേഞ്ച് ചെയ്ത് ഇങ്ങനെ നമ്മൾ വെക്കുമ്പം അടുക്കള നല്ലൊരു നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് എടുക്കാനും വെക്കാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. അത് ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക. വേണമെങ്കിൽ ആ ഒരു ഇത് സെല്ലോ ടാപ്പ് കൊണ്ട് ഒട്ടിച്ചു കൊടുത്ത് നല്ല പോലെ ടൈറ്റ് ആയിട്ട് വെക്കാം. അടുത്തതായിട്ട് നമ്മളിപ്പം എന്തെങ്കിലും ഇതുപോലെ നീട്ടമുള്ള സാധനങ്ങൾ വെക്കാൻ നോക്കുമ്പോൾ നീട്ടമില്ലാത്ത ബോക്സാണ് നമ്മളെ കയ്യിൽ ഉള്ളത്. ഇതിപ്പോ നമുക്ക് ഗൾഫിൽ പോകുന്നവര്, വീട് മാറുന്നവർക്കൊക്കെ ഇതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. നമ്മൾ ബോക്സ് കൊണ്ടുവരും, എന്നിട്ട് സാധനങ്ങൾ വെക്കാൻ നോക്കുമ്പോൾ അത് നടക്കൂല. അത് വെക്കാനായിട്ട് എന്ന് വെച്ചാൽ നീട്ടം കൂടുതലായിരിക്കും, നീട്ടം ഉണ്ടാവൂല, വീതി ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ ഒരു ട്രിക്ക് ചെയ്താൽ മതി കേട്ടോ. സൂപ്പറാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ വീട് മാറുമ്പോഴും അതുപോലെ തന്നെ ഗൾഫിൽ അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ കുട്ടികളൊക്കെ പോകുമ്പം നമ്മൾ പല സാധനങ്ങളും കയറ്റാൻ നോക്കുമ്പോൾ വെക്കാൻ നോക്കുമ്പോഴൊക്കെ ഈ ഒരു നീട്ടത്തിന്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വളരെ അധികമായിട്ട് വരും അല്ലെ. അപ്പൊ ഈ ഒരു ട്രിക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അവരും അറിയട്ടെ ഇതുപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പൊ നടുവിനെ ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കാം. ആ രണ്ട് ഭാഗം സെയിം ആയിട്ട് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു മേൽഭാഗത്തും സെയിം ആയിട്ട് തന്നെ വെട്ടിക്കൊടുക്കണം. കറക്റ്റ് ആയിരിക്കണം. ആ ഒരു പോയിന്റ് നല്ല കറക്റ്റിന് വന്നാൽ മാത്രമേ അത് നല്ല രീതിയിൽ ആകുകയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പോ പാക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് ലൂസായിട്ട് അത് എന്താണ് ഇളകി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ ചെയ്യുമ്പോൾ കുട്ടികളൊന്നും ഇത് ചെയ്യാൻ നിൽക്കരുത്. അതുപോലെ നല്ല മൂർച്ചയുള്ള കത്തി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നല്ല കട്ടിയുള്ള ബോക്സ് ആണെങ്കിൽ നല്ലതായിരിക്കും. അല്ല നമ്മൾ ഒന്ന് ഭയങ്കര ലൂസായിട്ടുള്ള ഇതാണെങ്കിൽ ബോർഡാണെങ്കിൽ അത് പെട്ടെന്ന് ഇത് നമ്മളിങ്ങനെ തിരിക്കുമ്പം അത് ഇതായി പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മേളിൽ ആ ഒരു ഭാഗത്തും ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കാം. രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ ആ ഒരു അളവിൽ തന്നെ വെട്ടിക്കൊടുക്കണം കേട്ടോ. കറക്റ്റ് അളവിന് തന്നെ വെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ചരിച്ചാൽ മാത്രം മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു ഭാഗം നമ്മൾ നല്ലതുപോലെ പൊക്കി കൊടുക്കണം. അതിനുശേഷം താഴ്ഭാഗത്ത് ഇത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിക്കർ കൂടി പൊട്ടിച്ചു കളയണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു തരി അനങ്ങില്ല. അപ്പം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു അടിഭാഗത്തും കൂടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിക്കറും കൂടെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. ആ നമ്മൾ വെട്ടിയതൊക്കെ ഒന്നിങ്ങനെ ഒന്ന് ലൂസാക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിത് ആ ഒരു അടിഭാഗത്തും കൂടെ നമ്മൾ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതാണ് അപ്പം ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം ഒന്ന് ഇതാക്കിയപ്പോൾ അതാകുന്നില്ല. ഇതിനു മുമ്പ് ഞാൻ ബോക്സ് ചെയ്തപ്പോൾ കറക്റ്റ് വന്നത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അടിഭാഗത്ത് ഇതുപോലെ സ്റ്റിക്കർ ഉണ്ട്. ആ സ്റ്റിക്കറും കൂടെ ഒന്ന് ലൂസാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. നമ്മൾ നീട്ടമുള്ള നല്ല അടിപൊളി ബോക്സ് ആക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയൊക്കെ നല്ലതുപോലെ ഒട്ടിച്ചു കൊടുത്ത് നല്ല ഷേപ്പിനാക്കാം. അല്ലെങ്കിൽ ലൂസായി ഇപ്പൊ ഇതിപ്പോ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. നിങ്ങൾ ഇപ്പൊ പുറത്തൊക്കെ എന്തെങ്കിലും കൊടുത്തു വിടാനൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കറക്റ്റ് ചെയ്ത് നല്ലതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും സെല്ലോ ടാപ്പ് കൊണ്ട് ഒട്ടിച്ച് നല്ല സ്ട്രോങ് ആക്കണം. ഇപ്പം ഹറിബറിയിൽ പെട്ടെന്ന് നമുക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്തെടുക്കാൻ മാത്രം മതി. നല്ല ഗ്ലാസ് ഒക്കെ നല്ല കറക്റ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ മാത്രം മതി. സൂപ്പർ അല്ലേ? ഒന്ന് ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബോക്സ് എടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള ബോക്സ് ആണെങ്കിൽ അത് നല്ലതാണ്. ഇതിപ്പോ ഇത്തിരി എന്താണ് കട്ടി കുറഞ്ഞതാണ്. ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആ ബോക്സ് കാണുന്നില്ല, അതുകൊണ്ടാണ് ഈ ഒരു ബോക്സ് എടുത്തത് കേട്ടോ.
അപ്പോൾ ഒരു 3 കർപ്പൂരം നല്ലതുപോലെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കടുകെണ്ണയാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ കുറഞ്ഞതൊരു 10 മിനിറ്റ് എങ്കിലും വെക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ രാവിലെ ചെയ്തു വെച്ചാലും വളരെ നല്ലതാണ്. ഇത് നമ്മൾ സന്ധ്യാസമയങ്ങളിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ബേ ലീവ്സ് ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത്, ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾക്ക് കൂടുതൽ സമയം വെക്കുമെങ്കിൽ അത്രയും നല്ലതാണ്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ചാമ്പ്രാണിയൊക്കെ പോക്കണ ഏതെങ്കിലും ഒരു പാത്രം ഉണ്ടാകുമല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ഒരു ബോക്സിലേക്ക് ഇറക്കി വെക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഓപ്പൺ ആക്കി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്ര എഫക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വേപ്പെണ്ണയും കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ ആര്യവേപ്പ് കിട്ടുമെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കത്തിക്കുക എന്ന് പറയുമ്പോൾ കത്തി അത് ഇതാക്കരുത്, കിടത്തി കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്നിങ്ങനെ അടച്ചു വെക്കുക കേട്ടോ. സന്ധ്യാസമയങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ വീട്ടിലേക്ക് കൊതുകുകൾ കയറുന്ന സമയം. ആ സമയത്ത് ഇതുപോലെ ചെയ്തു വെച്ചാൽ ഒരൊറ്റ കൊതുക് നമ്മളെ വീട്ടിലുണ്ടാവില്ല കേട്ടോ. കൊതുകുകൾ എന്താ പറയുക, നമ്മളെ പരിസരത്തേ വരില്ല. നമ്മളെ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ ഗുഡ് നൈറ്റിൻ്റെ ആ ലിക്വിഡ് നമ്മൾ നിറച്ച് വെച്ചിട്ടില്ലേ, പക്ഷെ ഈ ഒരു പുക നമ്മളെ കുട്ടികൾ ശ്വസിച്ചാലും ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. ശ്വാസം മുട്ടോ അലർജി പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. സൂപ്പറായിട്ട് തന്നെ ഇരിക്കും. നല്ല രീതിയിൽ തന്നെ കൊതുകിനെ ഓടിക്കാൻ പറ്റിയ കിടിലൻ സൂത്രമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.